റജി ലൂക്കോസ്, നമ്മൾ പറഞ്ഞു വന്നത് ഈ സേവനത്തിൻ്റെ സൗകര്യം മാത്രമല്ല, ഈ വിഭവ സമാഹരണം അഴിമതി തുടച്ചു മാറ്റാനാകും, മാത്രമല്ല കൂടുതൽ സുതാര്യമായി നമ്മുടെ തദ്ദേശ സംവിധാനങ്ങൾ പ്രവർത്തിക്കും. ഇങ്ങനെയൊക്കെയാണ് ഈ കെ ഫോൺ അടക്കമുള്ള ഈ ഇൻ്റർനെറ്റ് സൗകര്യം ഒക്കെ ലഭ്യമാക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു എഫേർട്ട് സംസ്ഥാനം എടുക്കുമ്പോൾ കെ ഫോൺ അടക്കമുള്ളവയ്ക്കെതിരെ എന്തൊക്കെ ആരോപണങ്ങളാണ് ഇവിടുത്തെ പ്രതിപക്ഷം അടക്കം കൊണ്ടുവന്നത്. ഈ ഘട്ടത്തിലൊക്കെ അത് അവരെ തിരിഞ്ഞു കുത്തുകയാണ് അല്ലേ? അതുകൂടി ഒന്ന് ഓർക്കണം. തിരിഞ്ഞുകുത്തത് തന്നെയല്ല, കേരളത്തിലെ ജനങ്ങള് ഇവിടുത്തെ പ്രതിപക്ഷത്തിനെ വെറുത്തു കഴിഞ്ഞു. കാരണം ഈ സർക്കാർ ജനങ്ങൾക്ക് നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണ്. കെ ഫോൺ ഞാൻ കെ ഫോണിന്റെ ഇന്റർനെറ്റിലൂടെ ഇപ്പൊ കൈരളിയാണ് സമ്പാദിക്കുന്നത്. കെ ഫോണിനോട് ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും മൂല്യമുള്ള ഒരു ഇന്റർനെറ്റ് സംവിധാനം ഇന്ന് കേരളത്തിലില്ല. ഈ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഇത്രയും ചുരുങ്ങിയ ചെലവിൽ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ നൽകിയിട്ടുണ്ട്? ഇവിടുത്തെ സ്വകാര്യ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ എത്ര ഇരട്ടി പണമാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയുമല്ല, ഏതാണ്ട് 20,000-ഓളം വരുന്ന പാവപ്പെട്ടവർക്ക് ഇത് സൗജന്യ. നമ്മുടെ മുഴുവൻ സ്കൂളുകളിലും സർക്കാർ ഓഫീസുകളിലും ഇത് സൗജന്യമായിട്ട് നൽകുന്നത്. അപ്പോൾ എത്ര ലോകത്തിനെ വിരൽത്തുമ്പിലാക്കിയതിനുള്ള ഏറ്റവും ട്രാൻസ്പെറന്റ് ആയ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ഈ ജനങ്ങൾക്ക് നൽകിയത് ഈ ഗവൺമെന്റ് അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ ഈസ് ഓഫ് ഡൂയിങ്ങിനെ കുറിച്ച് ഒരു വാക്കുകൂടെ പറയണം, ഇല്ലെങ്കിൽ എനിക്ക് തൃപ്തിയില്ല. കാരണം ഈസ് ഓഫ് ഡൂയിങ്ങിന്റെ റേറ്റിംഗ് കൽപ്പിക്കുന്നത് ആരാ? ഇന്ത്യ ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് അല്ല. അത് സാൻ ഫ്രാൻസിസ്കോ ആസ്ഥാനമായിട്ടുള്ള ലോകത്തിലെ 180 രാജ്യങ്ങളിലെ ബിസിനസ് റേറ്റിംഗും സ്റ്റാർട്ടപ്പ് റേറ്റിംഗും ഈസ് ഓഫ് ഡൂയിങ് റേറ്റിംഗും റേറ്റിംഗ് ഇടുന്ന ഏക ഏജൻസിയാണ്. അവരാണ് ലോകത്തിൽ 1-ാം സ്ഥാനം കേരളത്തിന് അറിയിക്കുന്നത്. നമ്മുടെ വ്യവസായ വകുപ്പിന്റെ അതിന്റെ ഒരു നേട്ടമാണ് ഈ ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് കൊച്ചിയിൽ നടന്നപ്പോൾ 50ഓളം വിദേശ രാജ്യങ്ങൾ, ജർമ്മനി ഉൾപ്പെടെ ജപ്പാൻ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലെ ഡെലിഗേറ്റ്സ് വന്ന് 1,50,000 കോടി രൂപയുടെ ബിസിനസ് സംരംഭങ്ങൾ വാഗ്ദാനം നൽകി പോയിരിക്കുന്നത്. ഇന്ത്യയിലെ ഒരുതല ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ അത് പലതും അംഗീകരിക്കേണ്ട വന്നു. ഇതൊക്കെ എന്തുകൊണ്ടാ? കേരളം ഒരു സൗഹാർദ്ദ വ്യവസായ സംസ്ഥാനമാണ്. എല്ലാം ഇവിടെ ഈസിയാണ്. അവർക്ക് നേരിടണം ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ലൈസൻസ് സംവിധാനങ്ങളോട്. ഇപ്പൊ സെക്കൻഡുകൾക്കുള്ളിൽ കിട്ടുമല്ലേ? അവിടാണ് സുഭാഷ് ചന്ദ്രബോസ് സാർ പറഞ്ഞ ദ ഈസിയസ്റ്റ് വേ, മോസ്റ്റ് ഈസിയസ്റ്റ് വേ ലോകത്തിൽ കേരളത്തിൽ മാത്രമേ. ഇത് ചുമ്മാ അതിശയോക്തി പറയുന്നല്ല. അതിനാണ് ഞാൻ 1-2 ഉദാഹരണം പറഞ്ഞത്. ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയുടെ, തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഉദാഹരണം പറഞ്ഞത്. ജില്ലാ പഞ്ചായത്തുകളാണ് ഇതിന്റെ വലിയൊരു ബെനിഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. കാരണം എന്തുകൊണ്ടാ? ജില്ലാ പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ കടമ്പകൾ ജനങ്ങൾക്ക് താണ്ടേണ്ടത്. ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഓഫീസിൽ പോയാൽ എന്തെങ്കിലും ഒരു പേപ്പർ ഇല്ലാതെ വരുമോ, മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ പറഞ്ഞ് മാസങ്ങൾ നീണ്ടുപോകുന്ന പ്രക്രിയകൾ. അതുപോലെ നമ്മുടെ ബ്ലോക്കിൽ, പഞ്ചായത്തുകളിൽ വിരൽത്തുമ്പിലാണ്. അത് കേരളത്തിൽ ജീവിക്കണമെന്നില്ല. വിദേശത്ത് അവിടെ ഇപ്പൊ വിവാഹം നോക്കൂ, വിവാഹ രജിസ്ട്രേഷന് എത്ര സമയമെടുക്കുമായിരുന്നു. വിവാഹ രജിസ്ട്രേഷൻ ഇപ്പൊ അമേരിക്കയിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ ഗൾഫിലോ ഒക്കെ ഇരുന്നുകൊണ്ട് ദമ്പതികൾക്ക് തങ്ങളുടെ വിവാഹ രജിസ്ട്രേഷൻ കിട്ടും 8-9 സെക്കൻഡുകളിൽ. 3 സെക്കൻഡിൽ തന്നെ ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അവർ കയ്യിലെത്തും. അല്ലെങ്കിൽ അവർ ഈ രാജ്യത്തേക്ക് അമിത വിമാനക്കൂലി മുടക്കി ഇവിടെ വന്ന് ദിവസങ്ങൾ താണ്ടി ഇവർക്ക് കൊണ്ടുപോകുന്ന സംവിധാനങ്ങൾ സെക്കൻഡുകൾ കിട്ടുവാണ്. അതൊരു ലോക റെക്കോർഡല്ലേ? അത് വിപ്ലവകരമായ മാറ്റമല്ലേ? ഈ അവസരത്തിൽ ഒരു വ്യക്തിയെ കൂടെ ഭരിക്കാൻ പോകാൻ പറ്റുന്നില്ല. ബഹുമാനപ്പെട്ട MP രാജേഷ് മന്ത്രി, അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക, അദ്ദേഹം ഈ ചാർജ് എടുത്തതിന് ശേഷം തദ്ദേശ വകുപ്പ് ഭരിച്ചിരുന്ന എല്ലാ മന്ത്രിമാരും മുന്നിലായിരുന്നു. ഇതിന്റെയൊക്കെ ചാലകശക്തി മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ ഒരു വിഷൻ ഉണ്ടായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അദ്ദേഹം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഉദ്യോഗസ്ഥന്മാരെ ഒറ്റക്കെട്ടായിട്ട് നിർത്തി കേരളം ഒട്ടും വ്യാപിച്ച് അത് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതില് ബഹുമാനപ്പെട്ട തദ്ദേശ മന്ത്രി MP രാജേഷ് അതിലേറെ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട്. നിസ്സാരമല്ല. അതാണ് പറയുന്നത്, ഭാവനാസമ്പന്നമായ ഒരു മന്ത്രിസഭയും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉണ്ടെങ്കിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ആ നാട്ടിൽ നടക്കും. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ലോകത്തിന് മുമ്പിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അന്തർദേശീയ മാധ്യമങ്ങളിൽ പോലും വാർത്ത വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ കേരളം നേടിയെടുത്തിരിക്കുന്നത്. കേരളത്തിലെ ഓരോ ജനങ്ങളും ഇപ്പൊ നമ്മുടെ സാക്ഷരതാ മിഷൻ കൊണ്ട് ഒരു കാലത്ത് വയോജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു. ഇപ്പോഴും അതിന്റെ മുന്നേറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എത്രയോ വൃദ്ധ ദമ്പതികള് അവരുടെ പ്രശ്നങ്ങളെല്ലാം അവരുടെ കാര്യങ്ങളെല്ലാം അവരുടെ മൊബൈൽ ഫോണിലൂടെയോ ലാപ്ടോപ്പിലൂടെയോ അവർക്ക് ഈസി ആയിട്ട് നേടാൻ സാധിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും തന്നെ വേറൊരു പ്രത്യേകത ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ രോഗികളോ വൃദ്ധജനങ്ങളോ ആയവർക്ക് പഞ്ചായത്തുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെടാനുണ്ടെങ്കിൽ അവർക്ക് എന്തോ ഒരു ഇൻഡിക്കേഷൻ കൊടുത്താൽ അത് പെട്ടെന്ന് നിർവഹിച്ചു കൊടുക്കും. ഇപ്പൊ അവർക്ക് ഒരു വണ്ടി വേണം, അവരെ ഹോസ്പിറ്റലൈസ് ചെയ്യണം, മറ്റേതെങ്കിലും സഹായം വേണമെന്നുണ്ട്, ഇതെല്ലാം വളരെ ഈസി ആയിരിക്കുന്നു. കേരളത്തിൽ ഒരു പരിഷ്കൃത വിദേശ രാജ്യത്തും ഇത്രയ്ക്കും ഫാസ്റ്റ് ആയിട്ട് ജനങ്ങളെ സേവിക്കുന്ന ഒരു സംവിധാനം ഇല്ല. എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും രജിംഷാദെ. അവിടെയാണ് ഈ സുഭാഷ് ബാബു സാറിനെ പോലെ ആ ടീമിന്റെ എഫേർട്ട് എന്ന് പറയുന്നത്. ഇത്ര ഉദ്യോഗസ്ഥന്മാര് നാടിന്റെ അഭിമാനമാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇവരൊക്കെയാണ് നാടിന്റെ നട്ടൽ എന്ന് പറയണേ. ഇവരെ പോലുള്ള ഉദ്യോഗസ്ഥന്മാരാണ്
ഒരു നാടിന്റെ ഐശ്വര്യവും ആ നാടിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷവും ആശ്രയവും. അതിന് ഞാൻ അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുക ചർച്ചയിൽ. തീർച്ചയായും റജി ലൂക്കോസ്, അത് മാത്രമല്ല ഈ ഘട്ടത്തിലാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് കൂടുതൽ ഈ പ്രതിപക്ഷ വിമർശനം സാധ്യമാകേണ്ട ഒരു ഇടമുണ്ട്. കാരണം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ, കാരണം ഈ കെ സ്മാർട്ട് എന്ന് പറയുന്നത് ഒരു ദിവസം രാവിലെ ഉറക്കം എഴുന്നേറ്റാൽ നടക്കുന്നതല്ല. ഇതിൻ്റെ പിന്നിലുള്ള എഫർട്ടുണ്ട്. ഈ ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ ഇതിനായി ഒരുക്കേണ്ടതുണ്ട്. ഇതൊക്കെയായിരുന്നു കെ ഫോൺ അടക്കമുള്ള സംവിധാനങ്ങളിലൂടെ നാം സൃഷ്ടിച്ചെടുത്തത്. അപ്പോൾ സർക്കാർ ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ കാര്യത്തിൽ വിദേശ ഏജൻസികൾ പോലും അംഗീകരിക്കുന്നു, രാജ്യാന്തര തലത്തിലുള്ള ഏജൻസികളാണ് അംഗീകരിക്കുന്നത്. മാത്രമല്ല ഈ സംസ്ഥാനത്തിന് പുറത്തുള്ള കേന്ദ്ര സംബന്ധിയായ ഏജൻസികൾ കൂടി ഈ പല വിധത്തിലുമുള്ള നമ്മുടെ സുതാര്യതയെ സംബന്ധിച്ച് അംഗീകരിക്കുന്നു. ഇങ്ങനെയുള്ള ഓരോ ഘട്ടത്തിലും കേരളത്തിൻ്റെ പൊതുശത്രുത എന്ന നിലയിലേക്കാണ് പ്രതിപക്ഷം എത്തിയത്. അത് കെ ഫോണിൻ്റെ കാര്യത്തിലും അതെ, അതെടുത്തു പറയണം. ഈ കെ സ്മാർട്ട് യാഥാർത്ഥ്യമായി ജനങ്ങൾക്ക് വിരൽത്തുമ്പിലേക്ക് 941 പഞ്ചായത്തുകളിലും 152 ബ്ലോക്കുകളിലും 14 ജില്ലാ പഞ്ചായത്തുകളിലും ഈ സേവനങ്ങൾ എത്തുമ്പോൾ, ഈ വലിയ എഫർട്ട് എടുത്ത് ഇത്തരത്തിലൊരു കാര്യം സാധ്യമാക്കുമ്പോൾ സർക്കാർ സംവിധാനം ഇവിടെ വിമർശിക്കപ്പെടേണ്ടവരുണ്ട്. അത് പ്രതിപക്ഷമാണ്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കേരളത്തിൻ്റെ അഭിമാന സംബന്ധമായ കാര്യങ്ങളോടുള്ള ഇവരുടെ നിരാസം, പുറംതിരിഞ്ഞു നിൽക്കൽ, അത് ശരിയായ ഒരു രാഷ്ട്രീയമല്ലല്ലോ. അതല്ലല്ലോ ക്രിയാത്മക പ്രതിപക്ഷം. ലോകത്തിൽ എവിടെയെങ്കിലും ഇത്രയ്ക്ക് നിരുത്തരവാദപരമായിട്ടുള്ള ജനദ്രോഹികളായ പ്രതിപക്ഷമുണ്ടോ? ലൈഫ് മിഷൻ പദ്ധതി നിർത്തിവെക്കൂ എന്ന് പറഞ്ഞ ഒരു പ്രതിപക്ഷം ഈ കേരളത്തിലല്ലാതെ ഈ ഭൂലോകത്തിലൂടെയുള്ള മനുഷ്യന് ഭവനരഹിതരായിട്ടുള്ള പാവങ്ങൾക്ക് ഒരു അടച്ചുറപ്പുള്ള വീട് നൽകുന്ന ലൈഫ് പദ്ധതി തങ്ങൾ വന്നാൽ നിർത്തിവെക്കുന്ന ഈ ധിക്കാരത്തോടുകൂടി യാതൊരു ഉളുപ്പുമില്ലാതെ പരസ്യമാണ് പ്രഖ്യാപിച്ചത്. ആരിലുണ്ടോ? കെ ഫോൺ എന്ന് പറയുന്ന വിവര സാങ്കേതിക വിദ്യയുടെ എക്സ്ട്രീം ലെവലിലുള്ള കെ ഫോൺ കേരള സംസ്ഥാനത്തിൻ്റെത് തങ്ങൾ അധികാരത്തിൽ വന്നാൽ നിർത്തിവെക്കും എന്ന് പറഞ്ഞത് ഇവരല്ലാണ്ട് വേറെ ആരെങ്കിലും ഉണ്ടോ? NH 66 ജീവനുണ്ടെങ്കിൽ പിണറായി വിജയ അത് ഞങ്ങൾ അധികാരത്തിൽ വരുന്ന നടപ്പിലാക്കിയാലെന്ന് പറഞ്ഞ ഒരു നേതാവുണ്ട്, കെ മുരളീധരൻ. എന്തിനത് ഇവർക്ക് ലജ്ജയില്ലേ? ഇവരാ കാശ്മീരിലേക്ക്, ഉത്തരേന്ത്യയിലേക്ക് ഒന്ന് യാത്ര ചെയ്ത് എത്രയോ ടണലുകൾ, കാശ്മീരിലെ 16 കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള ടണലിലൂടെ ഞാൻ യാത്ര ചെയ്തവനാ. ഈ വയനാട് ചുരം വന്നപ്പോൾ ഈ പ്രതിപക്ഷം എന്താ പറഞ്ഞത്? അത് ഞങ്ങൾ വന്നാൽ സമ്മതിക്കുകയാണെന്ന്. മണിക്കൂറുകളുള്ള വയനാട്ടിലേക്കുള്ള ജനങ്ങൾക്ക് ഇന്ന് യാത്രാ ദിവസം താമരശ്ശേരി ചുരത്തിലൂടെയും കുറ്റ്യാടി ചുരത്തിലൂടെയും ഒന്ന് ആലോചിക്കണം. ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷയേറിയ ഒരു പാതയാണ് തുരങ്കപാത എന്ന് പറയുന്നത്. യൂറോപ്പിൽ നിങ്ങൾ എവിടെ പോയാലും 100 മീറ്റർ പോലും ഉയരമില്ലാത്ത കുന്നുകളുടെ അടിയിലൂടെ ഞാനൊക്കെ അതിലെ എത്ര പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്. അത് കേരളത്തിൽ വരാൻ പാടില്ല. കേരളത്തിൽ ഒരു വികസനവും വരാൻ പാടില്ല. ഇവര് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ഇവരെ വെറുത്തു കഴിഞ്ഞു. ഇവർ അത്രയ്ക്ക് ജനവിരുദ്ധരും. ജനങ്ങൾക്ക് വേണ്ടി ഒരു സർക്കാർ പ്രവർത്തിക്കുക. തെറ്റായ കാര്യങ്ങൾ അവർ വിമർശിക്കട്ടെ. എന്ത് തെറ്റായ കാര്യങ്ങൾ അവിടെ ഉള്ളത്? ഇപ്പൊ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ വടക്കഞ്ചേരിയിൽ ലൈഫ് മിഷൻ പദ്ധതി 161 വീട്ടുകാർക്കുള്ള ഒരു വലിയ ബൃഹത് കോംപ്ലക്സ് പണിയുമ്പോൾ അന്നത്തെ അവിടുത്തെ 30 ഓർഡർ അയച്ച MLA CBIക്ക് ലെറ്റർ അയച്ച് 28 മണിക്കൂർ കൊണ്ട് CBI ഇവിടെ വന്ന് നിർത്തിവെപ്പിച്ചത് ആരെ അവർ ദ്രോഹിച്ചത്? 161 കുടുംബങ്ങളല്ലേ അവർ വഴിയാധാരമാക്കിയത്. ഈ പടുതായുടെയും ചെറിയ കൂനയിലും ഒക്കെ താമസിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളും വൃദ്ധരടങ്ങുന്ന ഈ 161 ഭവനരഹിതരുടെ വീടുകളെയല്ലേ ഈ പറയുന്ന ജനങ്ങൾ കേവല ഭൂരിപക്ഷത്തിലാണെങ്കിലും ജയിപ്പിച്ചു കൊടുത്തൊരു MLA തടഞ്ഞത്? അതിന് കൂട്ടുവന്നവരല്ലേ ഇവിടെ ഇവിടുത്തെ പ്രതിപക്ഷം. ഇവരാണെങ്കിലാണ് കേരളത്തിലെ ജനങ്ങൾ പൊറുക്കുന്നത്. ഇവർക്ക് എന്ത് അവകാശമുള്ള കേരളത്തിൽ പ്രതിപക്ഷമായിട്ട് പോലും ഇരിക്കാൻ പോലും ഇവരുടെ അവകാശപ്പെട്ടു. നമ്മൾ ഓരോ തെളിവ് ചെയ്താ പറഞ്ഞേ. ഇപ്പൊ നോക്കൂ, ഇപ്പൊ ഈ പഞ്ചായത്ത് തലങ്ങളിൽ, ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ, പ്രാദേശിക ഭരണകൂട തലങ്ങളിൽ ഇപ്പോൾ ഈ ഏകീകൃത സോഫ്റ്റ്വെയറിലൂടെ നേടുന്ന നേട്ടങ്ങളെ കുറിച്ച് ഇവർക്ക് എന്തെങ്കിലും ഒരു അക്ഷരം എന്ന് മിണ്ടാൻ പറ്റും? ഒരു പ്രതിപക്ഷത്തെ ഒരു നേതാവിന്റെ വാ തുറന്ന അക്ഷരം പോലും വേണ്ടിയില്ല. വേണമെങ്കിൽ ഇവർ ഇതിനെതിരെ പറയും. ഇതിന്റെ ഗുണഭോക്താക്കൾ ആരാ? CPM പ്രവർത്തകരാണോ? അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രവർത്തകരാണോ? കേരളത്തിലെ മുഴുവൻ ജനങ്ങളല്ലേ ഇതിന്റെ ഗുണഭോക്താക്കൾ. ഇപ്പൊ ഞാൻ ഈ വീട്ടിൽ നിന്ന് സംസാരിക്കുന്നത് എങ്ങനെയാ? നമുക്കൊരു 6 വർഷം മുമ്പായിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അവസരം ഉണ്ടോ? കേവലം 6 വർഷം മുമ്പ് ഉണ്ടായിരുന്നോ? സൂം എന്ന് പറയുന്ന ഐഡിയയിലൂടെ ഈ ഫാസ്റ്റ് ആയിട്ടുള്ള അതിവേഗ ഇന്റർനെറ്റിലൂടെ അല്ലേ നമുക്ക് ഈ ചർച്ച പോലും പങ്കെടുക്കാൻ പറ്റുന്നത്. ഇവരെത്രയോ പേരത് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കും. ഇല്ലെങ്കിൽ അത് സ്റ്റുഡിയോയിലേക്ക് പോകണം, അല്ലെങ്കിൽ ക്യാമറമാൻ വീട്ടിൽ വരണം. എത്ര അസൗകര്യങ്ങളാ. ഇതെല്ലാം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത്. ഇപ്പൊ അത് കേരള സർക്കാർ നേട്ടമായിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ കെ ഫോണിന്റെ ഒക്കെ ഒരു വലിയ റിസൾട്ട്, അത് നൽകുന്ന സൗകര്യങ്ങൾ ഇങ്ങനെ എത്രയോണ്ണം. ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഇരുന്ന് നമുക്കൊരു സൂമിന്റെ ഐഡിയ ഉണ്ടെങ്കിൽ നമ്മുടെ വിദേശത്തോ അല്ലെങ്കിൽ വിദൂരത്തിലുള്ളവരൊക്കെ ആയിട്ട് നമുക്ക് നേരിട്ട് കണ്ട് സമ്പാദിക്കാൻ പറ്റും. ഹൈസ്പീഡ് ഇന്റർനെറ്റിൽ സാധിക്കാൻ പറ്റുമോ? അവിടെ സൗജന്യ നിരക്കിൽ ഈ കെ ഫോൺ ലഭിക്കുമ്പോൾ ജനങ്ങൾക്ക് കിട്ടുന്ന നേട്ടം എത്ര ഭയങ്കരമാണ്. ടെലിവിഷൻ പോലും പ്രവർത്തിപ്പിക്കുക അറിയോ? 1ഉം 2ഉം ടെലിവിഷനും ഫോണുകൾ പോലും ഇന്റർനെറ്റിലൂടെ ഈ കെ ഫോണിന്റെ ഫാസ്റ്റ് ഈ ഹൈസ്പീഡ് ഇന്റർനെറ്റിലൂടെ പ്രവർത്തിക്കാൻ പറ്റും.
പലരും ഉപയോഗിക്കുന്നുണ്ട്. കേവലം 300 രൂപ 320 രൂപ കൊടുത്താൽ മറ്റേ കേബിൾ 250 രൂപ കൊടുക്കണം, മറ്റു നെറ്റുകൾക്കെല്ലാം 500 600 രൂപ കൊടുക്കണം. എന്നാലും സ്പീഡുണ്ടോ? ഇല്ല. അപ്പൊ എത്രയോ എമൗണ്ടുകൾ, എത്രയോ പൈസ, പണമാണ് നമ്മുടെ ജനങ്ങൾക്ക് ലാഭിക്കാൻ പറ്റുന്നത്. ഇതെല്ലാം ജനങ്ങൾക്ക് ബോധ്യമല്ലേ? കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമല്ലേ? ഇന്റർനെറ്റ് സൗകര്യങ്ങൾ ഉപയോഗിക്കാത്ത 1% പോലും ജനങ്ങൾ ഇന്ന് കേരളത്തിലുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനം എന്ന് പറഞ്ഞാൽ കേരളമാ. 9 വർഷത്തെ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ നേട്ടമാണ്. 5 ലക്ഷം ലൈഫ് പദ്ധതികളുടെ വീടുകൾ നൽകി ഭവനരഹിതരില്ലാത്തൊരു സംസ്ഥാനമായിട്ട് കേരളത്തിനെ മാറ്റിയത് ആരാ? ഒരു പൗരന്റെ ഏറ്റവും വലിയ അവകാശം എന്താ? വായു, ജലം, ഭവനം. അത് സാധ്യമാക്കി കൊടുത്ത ആരാണ്? അവന്റെ പേരിൽ സാധ്യമാക്കി കൊടുത്ത ആരാ? ഈ സംസ്ഥാന സർക്കാരില്ലേ? ആ ഗവൺമെന്റിനെ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് മറക്കാൻ പറ്റൂ? 1000 വീട് വെള്ളപ്പൊക്കകാലം 2018 പ്രളയത്തിൽ നൽകുമെന്ന് പറഞ്ഞ KPCC ആ കോടിക്കണക്കിന് രൂപ ലോകവ്യാപകമായിട്ട് പിരിച്ചിട്ട് ഒരു വീട് ഇവർക്ക് നിർമ്മിച്ചു നൽകാൻ പറ്റി? ആ പണമല്ല ഇവരുടെ പോക്കറ്റിലേക്കല്ലേ പോയത്? ഇവരെ എങ്ങനെ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കും? അതാണ് നമ്മുടെ ചോദ്യം. ഏറ്റവും മികച്ച ക്വസ്റ്റ്യൻ അതാണ്. എന്തുകൊണ്ട് ഇവർക്ക് അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല? ഇപ്പോൾ തന്നെ ഇവിടെ നമ്മുടെ കൽപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ MLA ഒരു സമര പ്രകസനം നടത്തി 2 ദിവസം മുമ്പ്. എന്താ അദ്ദേഹം നടത്തിയത്? മുണ്ടക്കെ ചൂരവല നിവാസികളുടെ പുനരധിവാസം താമസിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. ലജ്ജയില്ലേ MLAക്ക്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെ വലിയൊരു ഭവന പദ്ധതിക്ക് എല്ലാ നിയമ തടസ്സങ്ങളും മാറ്റിക്കൊണ്ട് ഒരു വലിയ ഹൗസിംഗ് കോംപ്ലക്സിന് തന്നെ അവിടെ തറക്കല്ലിട്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അതും എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി പ്ലേ ഗ്രൗണ്ട്, അതുപോലെ തന്നെ ജിംനേഷ്യം, കുട്ടികൾക്ക് സമ്പാദിക്കാനുള്ള സൗകര്യങ്ങൾ, കമ്മ്യൂണിറ്റി സെന്ററുകളെല്ലാം സഹിതം. കേരളത്തിലെ ആദ്യത്തെ കൺസെപ്റ്റാണ് സർക്കാരിന്റെ അടിയിൽ കീഴിലുള്ളത്. തീർച്ചയായും റജി ലൂക്കോസ് വളരെ സമഗ്രമായ ആണ് സ്മാർട്ട് സംബന്ധിച്ച് ഈ സേവനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലടക്കം കേരളത്തിൽ സമഗ്രമാകുന്നതിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ നിലപാടുകൾ കൂടി അറിയിച്ചത്. വളരെ നന്ദി.